താരാട്ടുപാട്ടിലൂടെ കിട്ടിയ കലാവാസന ഇന്ന് കലോത്സവ വിജയത്തിൽ എത്തി നിൽക്കുന്നു. കൊല്ലം പെരുന്നാട് സ്വദേശിയായ +1 വിദ്യാർത്ഥിയായ യദുകൃഷ്ണനാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 4ാം തവണയും എ ഗ്രേഡ് കരസ്ഥമാക്കി നാടിന് അഭിമാനമാകുന്നത്. അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് 61ാമത് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അന്ന് ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും എ ഗ്രേഡ് നേടി. തുടർന്ന് കൊല്ലത്തും തിരുവനന്തപുരത്തും സംഘടിപ്പിച്ച മത്സരങ്ങളിലും യദു മികച്ച വിജയം സ്വന്തമാക്കി. പെരുന്നാട് സ്വദേശി മനോജിന്റെയും രജനിയുടെയും 2 ആൺമക്കളിൽ മൂത്ത മകനാണ് യദുകൃഷ്ണൻ. കുട്ടിക്കാലത്ത് അച്ചമ്മയുടെ മടിയിൽ കിടന്ന് താരാട്ടുപാട്ട് കേട്ടാണ് ഉറങ്ങിയിരുന്നത്. അന്ന് തുടങ്ങിയ കലാവാസന പിന്നീട് മത്സരരംഗത്ത് എത്തിച്ചെന്ന് അച്ഛൻ മനോജ് പറഞ്ഞു. താരാട്ടുപാട്ട് പാടും. ആ താരാട്ടുപാട്ട് കേട്ടിട്ടാണ് അവനും ആ പാട്ടുകൾ അതേ കണക്ക് അവൻ മൂളി തുടങ്ങിയതിന് ശേഷം പയ്യെ കൊച്ചു വെച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുല്യ സോമനാഥ് ദക്ഷിണ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ അതുല്യ സോമനാഥത്തെ അവൻ്റെ ടീച്ചർ എടുത്ത് കൊണ്ടാക്കി. അവൻ്റെ ടീച്ചറാണ് അവനെ വളർത്തി ഇതുവരെ എത്തിച്ചത്, 64ാമത് കലോത്സവം വരെ എത്തിച്ചത്. ഗുരുവായ അതുല്യ സോമനാഥിന്റെ ശിക്ഷണത്തിലാണ് താൻ പഠിച്ചതെന്നും ഇതിൽ അഭിമാനമുണ്ടെന്നും യദുകൃഷ്ണൻ പറയുന്നു. +2 കഴിഞ്ഞാൽ മെഡിസിൻ എടുത്ത് പഠിക്കുവാനാണ് ആഗ്രഹമെന്നും കൂടെ സംഗീതവും ഇതുപോലെ തന്നെ കൊണ്ടുപോകുമെന്നും യദുകൃഷ്ണൻ പറയുന്നു. ഞാൻ 8ാം ക്ലാസ് മുതൽ ഞാൻ കലോത്സവത്തിന്, അവിടുത്തെ സ്കൂൾ കലോത്സവത്തിന് ഞാൻ ഇത്രയും സ്റ്റേറ്റിൽ വരെ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നമ്മൾ സാധാ കലോത്സവം മത്സരിക്കുന്നത് പോലെ തന്നെ 8ാം ക്ലാസ്സിൽ മുതൽ മത്സരിക്കുന്നത്. അപ്പം അന്ന് 8ാം ക്ലാസ്സിൽ എനിക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ആയിരുന്നു അത്. പിന്നെ അതിനുശേഷം 9ാം ക്ലാസ്സിൽ വെച്ച് 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതിനും ശാസ്ത്രീയ സംഗീത ലളിതഗാനത്തിനും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലും ശാസ്ത്രീയ സംഗീത ലളിതഗാനത്തിനും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ +1 വന്നപ്പോഴത്തേക്കും ലളിതഗാനത്തിന് എ ഗ്രേഡ് ആയിരുന്നു സ്റ്റേറ്റ് 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇനി എന്താ പരിപാടി അടുത്ത? ഇനി പാട്ട് നമ്മൾ ദൈവം തന്നൊരു കഴിവാണ്. അപ്പം അതും കൊണ്ടുപോകണം. പിന്നെ അതോടൊപ്പം നമ്മൾ പഠിത്തമാണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനാണ് ഒന്നുകൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ +1 ബയോളജി സയൻസ് കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതാൻ താല്പര്യമുണ്ട്. കടവത്തു നിന്നു ഞാൻ കടലാസ് തോണിയിറക്കി. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.